It's Saturday morning. Good morning everyone. Kalai Vanakkam. എന്താണ് ഈ നൈറ്റിയില് ഒരുപാട് ഈ കമന്റ്സ് വരും, ഇങ്ങനെ വരാമോ എന്നെല്ലാം ചോദിച്ചിട്ട്. ഒരു ദിവസം അവനവന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു സമയമാണ്. അതായത് എണ്ണയൊക്കെ തേച്ച് മുഖത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി അവനവന്റെ ഇതിന് വേണ്ടിയിട്ട് സെൽഫ് കെയർ എന്നുള്ളൊരു ദിവസം ഉണ്ടല്ലോ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും പെടഞ്ഞു പിടിച്ച് അതേ റുട്ടീൻ പ്രകാരമല്ലേ പോണത്. അപ്പൊ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ് ഈ ശനിയാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഈ വേഷം. എണ്ണയൊക്കെ തേച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി കുളിക്കാനൊക്കെ. അപ്പൊ അപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു മുടക്കവും വരുത്താൻ പറ്റില്ല. അത് കറക്റ്റ് ആയിട്ട് പോകണം അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചപ്പാത്തി, പൂരി ഇതിനെല്ലാം പറ്റുന്ന പോലുള്ള ഒരു തക്കാളി കുറുമയാണ് കാണാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും. ഒരു മൈൽഡ് ഫ്ലേവറോട് കൂടിയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചില സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോ വെജിറ്റബിൾസ് ഒന്നും ഇടാതെ നമുക്ക് ഉണ്ടാക്കാം തക്കാളി കുറുമ. വാങ്ങോ, കിച്ചണക്ക് പോലാം. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള തക്കാളി കുറുമയുടെ റെസിപ്പിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. 4 വലിയ തക്കാളി, 2 വലിയ സവോള, പച്ചമുളക്, ഇതാണ് നമുക്ക് വേണ്ടത്. എണ്ണയിലേക്ക് സവോള, പച്ചമുളക് നന്നായിട്ട് ഇടുക, വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇടുക, വഴറ്റി കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 4 വലിയ തക്കാളി ഇട്ടിട്ട് കുറച്ച് ചുടുവെള്ളവും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു അബദ്ധം സംഭവിച്ചത്, ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ അരപ്പാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഒരു പിടി തേങ്ങ, ഒരു അര സ്പൂണ് പൊട്ടുക്കടല, കുറച്ച് അണ്ടിപ്പരിപ്പ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക എല്ലാം കുറച്ച് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കണം. ഇത് ഞാൻ വിട്ടുപോയതാണ് റെക്കോർഡ് ചെയ്യാൻട്ടുള്ളൂ. അപ്പോൾ ഈ അരപ്പിനെ നമുക്ക് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിയിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തക്കാളി കുറുമ റെഡി ആയിരിക്കും. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അത് നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യണത്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കുറുമ. വരൂ നമുക്ക് കഴിക്കാം. അപ്പൊ വരൂ നമുക്ക് കഴിക്കാം തക്കാളി കുറുമ ആൻഡ് ചപ്പാത്തി. രാവിലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സുഖമാണ്, വ്യത്യാസമല്ലേ. ഒരു ആർഭാടത്തിന് 2 ഉഴുന്ന് വരാം. ഒന്നുണ്ടാക്കി ഉഴുന്ന് വട മാവ് ബാക്കിയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു കുറുമയാണ് പറഞ്ഞു തന്നത്. ചോറിന്റെ കൂടെയും നന്നായിരിക്കും. ചപ്പാത്തി പൂരിയാണ് ഹിറ്റ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടാവും. വീണ്ടും നമുക്ക് കാണാം. Children, take care and bye-bye.